ഗൈസ് നേന്ത്രപ്പഴം കാണിച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ സാധനം. ഇത് കാണിച്ചു തരുന്ന അതിൽ ഊർന്നിറങ്ങണം നമ്മളെ മീൻസ്. എന്താണ് പറയാനുള്ളത് എന്റെ പ്രകൃതമായ ഫോളോവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും? ഹലോ കൂട്ടുകാരെ, പിന്നെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെന്താ നിൽക്കുന്ന കുക്കിംഗ് ആണ്. ചേട്ടന്മാരെല്ലാം താഴെ ഉണ്ട്. പിന്നെ താഴെ പോയി കുക്കിംഗ് പരിപാടിയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ പരിപാടി. ഇന്ന് ശനി, ഇവിടെ ഫുള്ള് മഴയായതുകൊണ്ട് അപ്പോൾ ആർക്കും പണിയില്ല, പിന്നെ എനിക്ക് ക്ലാസ്സും ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക്, നമുക്ക് അടുക്കളയിൽ പോയിട്ട് നേരെ കാണാം. അടുക്കള കണ്ട് നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ബായിമാരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ അല്ലേ? സത്യം തന്നെയല്ലേ? ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ ഭായിമാരെ കൂട്ടാവോ? നമ്മളിവിടെ ശർക്കരയൊക്കെ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. ഇനി 2 സാധനം കൂടി വാങ്ങണം. അപ്പോ അതിനൊക്കെ ഇനി കടയിൽ പോണം. ആരൊക്കെ പോവും? എല്ലാം സെറ്റാണ്. ഇവിടെ ഒരാളെ കാണാനില്ല. ഇനി നമ്മളിനി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി അടുത്ത് കാണിച്ചു തരാം. ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാന്നല്ല, ഇനി അടുത്തിനി പരിപാടികൾ നടക്കുകയാണ്, പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് എന്തായാലും ബാക്കിയെല്ലാം സെറ്റ് ചെയ്യാം. പഴം കിട്ടിയിട്ടുണ്ട് ഗൈസ്, നേന്ത്രപ്പഴം കാണിച്ചു കൊടു. പഴം ഇതാണ് നമ്മുടെ സാധനം. ഇതൊക്കെ വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. ഇനി റൂമിലോട്ട് പോകണം, കിച്ചണിലോട്ട് കയറണം. കിച്ചൺ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് മാത്രമേ എനിക്ക് പറയാവുള്ളൂ. അതങ്ങനെയാണ്. പഴമൊക്കെ റെഡിയാക്കി അതാണ് പറയണത്. സോപ്പൊന്നും ഇല്ല, ഇവിടെ ഭായിമാരെന്തൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോ നമ്മളിനി ഇത് പഴം പഴുത്തോന്ന് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കണം നമ്മൾ ആദർശായിട്ട്. പ്രണവേട്ടനെ വിളി. നമ്മളിനി സെറ്റാണ്. ഇവിടെ ഐസ്ക്രീം അല്ലേ? ഐസ്ക്രീം ഫ്രിഡ്ജില് അതിനെ ഉണ്ടാക്കിയതിനു ശേഷം കണ്ടാൽ ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കും. നമ്മള് വൃത്തിയില്ലാതെ കിടന്ന സ്ഥലം എല്ലാം വൃത്തിയാക്കി സെറ്റാണ്. പുറത്ത് നല്ല മഴ. ശബ്ദം എങ്ങനെ കേൾക്കണമെന്ന് എനിക്കറിയില്ല, കാണിച്ചുതരാം. ഇവിടെയൊക്കെ നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. അവിടെ എങ്ങനെയാണെന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. എങ്ങനെയാവും എന്തോ ഒരു പിടിയില്ല ഗൈസ്. മേക്ക് വെച്ച് സെറ്റ് ചെയ്തോണ്ടിരിക്കണം നമ്മളെ തേങ്ങാപ്പാലും കുറച്ചായിട്ട് ഒഴിക്കുന്നു. നമ്മളെ ഏലക്കായ ഇടിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. ഏലക്കയും കൂടി ഇട്ട് സെറ്റ് ചെയ്യണം. ഇതാണ് പരിപാടി. അപ്പോൾ നമ്മളെ എല്ലാം ഇങ്ങനെ അടിപൊളിയായിട്ട് പുരോഗമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങളുണ്ട്, ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി ഇട്ട് ഒരു മാസ പരിപാടിയാണ് നമ്മളെ വിമലേട്ടൻ കാഴ്ച വെച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താവും ഒരു പിടിയില്ല, നമുക്ക് സെറ്റ് ചെയ്യാനല്ല. സെറ്റാണ്. നമ്മള് എല്ലാം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വാഴപ്പഴം ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിനി എല്ലാം കൂടി നമ്മളെ പരിപാടി ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് പറഞ്ഞോണ്ട് നിങ്ങൾ എന്തൊക്കെയുണ്ടെന്ന്. എന്തൊക്കെയാണോ പഴം മുറുക്കെന്ന് പറയുന്നത്? പഴം നുറുക്കി പണ്ടൊക്കെ അത്യാവശ്യം ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഐറ്റംസ് ഇപ്പം ആരും ഉണ്ടാക്കുന്നില്ല. ആരും ഉണ്ടാക്കി നോക്കുന്നില്ല. നമ്മള് എന്താണ് ഇതിന്റെ കൂടെ പപ്പടമാണ് മെയിനായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത്. നമ്മളിരുന്നത് ഡെസേർട്ടാക്കും. നമ്മൾ ഐസ്ക്രീമാണ് ഇതിന്റെ കൂടെ ആദ്യം കഴിക്കാൻ പോകുന്നത്. നമ്മളെ ഷെഫാണ്. ഷെഫാണിത്. ഷെഫ് എന്നിട്ട് എന്റെ കോസ്റ്റോട്ട് എടുത്താൽ മതി. ആ സെറ്റ് ആവുന്നത് സാധനം കിടക്കുന്നുണ്ട. മഞ്ഞ കളറും ശർക്കരയും കൂടെ കിടന്നു പോകും. ഇത് ക്ലോസ് എടുക്കുമ്പോൾ ക്വാളിറ്റി പറയാം. അതാണ് ഇങ്ങനെ വൈഡിട്ട് എടുക്കണേ. വൈഡ് നമ്മൾ അടുത്തുകൊണ്ട് വരും. പൊട്ടക്കണേണ്ട സെറ്റാണ്. നമ്മളെ ഷെഫ് ഇരുന്ന് ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം മുകളിൽ പോയി. ഇനി സെറ്റ് ആക്കണം. ഇനി വേറെ പരിപാടിക്ക് ഏലക്ക ഇടണം. പിന്നെ നമ്മളെ തേങ്ങാപ്പാൽ ഒഴിക്കണം. അതാണ് നമ്മളെ തേങ്ങാപ്പാൽ. നാട്ടിലുള്ള പോലെ തേങ്ങ എടുത്ത് അരയ്ക്കാനായിട്ട് ഇവിടെ എന്തോന്ന് മിക്സി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പാക്കറ്റ് പൊടിയാണ് സെറ്റ് ചെയ്യണേ. അതാണ് സെറ്റ് ചെയ്യണ വിഷയം. നാട്ടിലായിരുന്നെങ്കിൽ തേങ്ങ ഇഷ്ടം പോലെ ഇവിടെ മിക്സി ഉണ്ട്. പക്ഷേ ഇതിൽ മിക്സി ഇല്ല. നമ്മളങ്ങനെ നെയ്യ് ഒഴിക്കണം. കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് സെറ്റാണ്. ഇതിൻ്റെ കൂടെ എന്താ ഇതിൻ്റെ കൂടെ ബാക്കി സംഭവങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിവരിച്ചാലും. ഇതിന്റെ കൂടെ എന്നാ വിവരിക്കാനോ? അതിനകത്ത് നേരെ നമ്മളിനി ആഡ് ചെയ്യാൻ പോകാൻ നേരെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നേരെ ഐസ്ക്രീം ആഡ് ചെയ്യും. ഐസ്ക്രീം ആഡ് ചെയ്യുമ്പോൾ ഈ ചൂട് നാട്ടിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അതങ്ങ് ചൂടുന്നങ്ങ് ഇറങ്ങും ഇതിനകത്തോട്ട്.
അത് കാണിച്ചുതരാം എങ്ങനെ എങ്ങനെ ഊർന്നിറങ്ങുമെന്ന് ഞാൻ കാണിച്ചുതരാം. എങ്ങനെ ഊർന്നിറങ്ങുമെന്ന് നിങ്ങൾ എന്തായാലും തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് സെറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിക്കണം. നമ്മളെ ഷെഫ് ഉള്ളപ്പം ഒന്നിനും ഒരു കുറവില്ല. ഷെഫ് പറഞ്ഞില്ലേ മറ്റേ സംഭവം ഐസ്ക്രീം അടിച്ചുള്ള പരിപാടി ഇപ്പൊ കാണിച്ചു തരുന്നതായിരിക്കും. അതിൽ ഊർന്നിറങ്ങണം നമ്മളെ സെറ്റാണ് ഗൈസ്. ഊർന്ന് ചുമരൊക്കെ നോക്ക്. വേറെ എവിടെ വെച്ചെടുത്താ പോലെ. വേറെ എവിടെയെങ്കിലും നിങ്ങൾ മേലെ കൊണ്ടുപോയിട്ട് വേറെ നേരെ പോയി എടുത്താ പോലെ. മേലെ പോയിട്ട് എടുക്കാം. ചുമരിനെ പോകുന്നു കല്ല് സ്മൂൺ ചെയ്തു വീഡിയോ എടുക്കുമ്പോ അതിന്റെ വൃത്തിക്കെടുക്കണ്ടേ? വീഡിയോ എടുക്കുമ്പോ വൃത്തിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കാതെ സെറ്റാണ് ഗൈസ്. ഊർന്നിറങ്ങുന്നു. നമ്മളിനി ആദർശേട്ടൻ ട്രൈ ചെയ്യാൻ പോണ. ആദർശേട്ടന്റെ ട്രൈ. ആദർശേട്ടന്റെ ട്രൈ കാണിച്ചുതരാം ഗൈസ്. എങ്ങനെയാണ് സംഭവം എനിക്ക് കാണിച്ചു തരാം. കഴിച്ചില്ലേട്ടാ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഐസ്ക്രീം കൂട്ടി കഴിക്കണം. ഞാൻ കഴിച്ചില്ല. എങ്ങനെയുണ്ട് ആദർശേട്ടന്റെ അഭിപ്രായം? വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തൂ. വാവ് മീൻസ് ഫണ്ടാസ്റ്റിക്. നമ്മുടെ അഭിപ്രായം നമുക്കിപ്പോ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട്? ഞാൻ തന്നെ ആദ്യമായിട്ടാ ഫസ്റ്റ് ടൈം സാധനം പൊളി ഉണ്ടാക്കിയ ആളെ ഫസ്റ്റ് ടൈം ആണ് കഴിക്കണേ. ഞാൻ ഫസ്റ്റ് ടൈം. മുകളിൽ പോയിട്ട് ബാക്കി സെറ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. മൊത്തത്തിൽ സെറ്റാണ് ഇവിടെ. നമ്മളിവിടെ കഴിച്ചോണ്ടിരിക്കാണ്. ഇനി കഴിക്കണം. പരിപാടിയൊക്കെ ഇങ്ങനെ ഓൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് സെറ്റാക്കും ഗൈസ്. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ആദർശേട്ടൻ എന്താണ് പറയാനുള്ളത് എന്റെ പ്രകൃതമായ ഫോളോവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും? എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത്, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ.